നമസ്കാരം. ജൂൺ മാസം 10-ാം തീയതി വരെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്ന ദിൽഷ അപ്രതീക്ഷിതമായുണ്ടായ ഒരു വീഴ്ചയിൽ നിസ്സാരമെന്ന് കരുതിയ ഒരു പരുക്ക്. പക്ഷേ ആ പരുക്ക് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ കട്ടിലിൽ കിടത്തുന്ന തരത്തിലാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. വളരെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ 17 വയസ്സുകാരിയായ +2 വിദ്യാർത്ഥിനിയായ ഒരു കുട്ടിയാണ് ദിൽഷ. ഒട്ടനവധി മോഹങ്ങളും സ്വപ്നങ്ങളും ദിൽഷയ്ക്കുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കണം. ഈ ഒരു അപകടം സംഭവിച്ച ദിൽഷയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ദിൽഷയുടെ ബന്ധുക്കൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെ അമ്മ ഭാമിനി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് മോൾക്ക് ശരിക്കും സംഭവിച്ചത്? മോള് ബൈക്കിൽ നിന്ന് വീഴുന്നതാണ്, ആക്സിഡൻ്റ് ആയതാണ്. അപ്പം വീണ് അവിടെ നട്ടെല്ല് പൊട്ടിപ്പോയി. അരയ്ക്ക് കീഴ്പോട്ട് ചലനമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബൈക്കിൽ യാത്ര പോയപ്പോഴാണ്? ബൈക്ക് യാത്ര പോയപ്പോഴത്തേക്കാണ് അങ്ങനെ സംഭവിച്ചത്. വേറൊരു വണ്ടി വന്ന് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, മഴ പെയ്ത് അങ്ങനെ തെന്നി പോയതാണ് ബൈക്ക്. ഇപ്പോൾ മോൾ പഠിക്കുകയായിരുന്നു. അതെ, +2 സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എവിടെ ആദ്യം കൊണ്ടുപോയത്? നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ, അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ 1.5 ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അവിടെ പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പം അരയ്ക്ക് കീഴ്പോട്ട് ചലനമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രഥമ ദൃഷ്ടിയിൽ? ഇല്ല, പരിക്ക് അങ്ങനെയൊന്നുമില്ല. മൊത്തം അങ്ങ് പോയി, ചലനം ഒട്ടുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു പോയത്. തുടക്കത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചു? അതെ. അത് നിങ്ങൾ അവിടെ SP പോയപ്പോഴാണോ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ഇല്ല, ഞങ്ങൾ തുടക്കത്തിലെ ഇതാണ്, നെയ്യാറ്റിൻകര പോയപ്പോഴേ നമ്മൾ അറിഞ്ഞ കാര്യമാണത്. അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു മോളോടൊപ്പം നിന്ന അമ്മ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. വേറെ ജോലിയുടെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. കൂലിപ്പണിക്കാരാണ്, ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ? അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവ ദിവസം ദിൽഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ദിൽഷയുടെ സഹോദരനാണ്. എന്താ കറക്റ്റ് സംഭവിച്ചത്? ബൈക്കിൽ എൻ്റെ മാമൻ്റെ കൂടെ ബൈക്കിൽ പോയായിരുന്നു. അപ്പം ഒരു താഴ്ചയുള്ള സ്ഥലത്ത് സ്ലിപ്പായതാണ് വണ്ടി. എന്നിട്ട് പിന്നെ അതുമായിട്ട് ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ക്ലെയിം ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ നേരെ ഇവിടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടു? അതെ. എന്നിട്ട് അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു, എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം. അവിടെ പോയിട്ട് CT സ്കാനിലാണ് അറിഞ്ഞത് നട്ടലിന് പൊട്ടലുണ്ട്. പിന്നെ അവിടെ തിരക്കുകൾ കാരണം അവർ 2 ആഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത്, സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതിൽ ഞങ്ങൾ SP ഫോർട്ടിലോട്ട് മാറ്റി. അവിടെ ഒരുപാട് സാമ്പത്തികം? അതെ, കുറേ കടബാധ്യതകളുണ്ട്. എത്ര രൂപ ശരിക്കും അവിടുത്തെ ചിലവെന്ന് പറയുന്നത്? ഏകദേശം 5-6 ലക്ഷം രൂപ വരെയായി അവിടെ. എങ്ങനെയായി സാമ്പത്തികം എല്ലാവരും കൂടെ സഹായിച്ചിട്ട് തന്നെയാണത് നമ്മൾ ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇനി എന്താ നിങ്ങൾക്ക് ആവശ്യം? ഇനി ആവശ്യം അവിടെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി ചിലവ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്? ഫിസിയോതെറാപ്പി ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അവളെ വേറെ കൊണ്ടുപോയി സകല ഫെസിലിറ്റി ഉള്ളിടത്ത് കൊണ്ടുപോയി വേണം ഇത് ചെയ്യാനായിട്ട്. അതെ, അത് ഡോക്ടറെ സജഷനാണ്, അവർ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവളെ നടത്തിക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കൃത്യമായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ മോള് +2 പഠിക്കുകയായിരുന്നല്ലേ? എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? +2. ഏതാ വിഷയം? സയൻസ്. എന്താവാനായിരുന്നു ആഗ്രഹം? ഡോക്ടറാവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പോഴേ ഈ ഒരു കാര്യം വന്നപ്പം മോളുടെ മനസ്സൊന്നും തകർന്നു പോകുകയൊന്നും ചെയ്യരുത്. നമുക്ക് നടക്കാൻ സാധിക്കും, വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും. മോളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇനി ഒത്തിരി കാശ് ആവശ്യമുണ്ട്. പിന്നെ അവളുടെ പഠനം, 3 കുഞ്ഞുങ്ങളാണുള്ളത്, അവരുടെ വിദ്യാഭ്യാസം, ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇപ്പം മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അവൾക്ക് ആവശ്യം അവൾ നടക്കണം. അത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്, അവൾ നടക്കും എന്നുള്ളത്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഡോക്ടറാവണമെന്നുള്ള മോഹം നെഞ്ചിലേറ്റ് നടന്ന പെൺകുട്ടിയാണ്. 17 വയസ്സായിട്ടേ ഉള്ളൂ. ഇവർക്കിപ്പോൾ ആവശ്യം ഈ മോൾക്ക് നടക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നതാണ്. ഇത് കാണുന്ന സുമനസ്സുകളുടെ ഭാഗത്തു നിന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു 7 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചിലവാക്കിയാണ് മോളെ ഇങ്ങനെയെങ്കിലും എത്തിക്കാൻ സാധിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന ആ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഈ പാവപ്പെട്ട ഇത് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ പരിതാപകരമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഉള്ളതെല്ലാം ശേഖരിച്ചും നാട്ടുകാരുടെ സഹായവും കൊണ്ടൊക്കെ മോളെ ഇതുവരെ എത്തിച്ചു. ഇനി അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് തുടർ ചികിത്സയാണ്. സുമനസ്സുകൾ സഹായിക്കണം ഈ ദിൽഷ മോളെ നടത്തിക്കാൻ. ദിൽഷ മോൾക്ക് പഴയതുപോലെ ഓടി നടക്കാനായിട്ടുള്ള ഒരു കനിവ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.